സാറേ, ബംഗ്ലാദേശിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സംവരണ വിരോധം എന്ന് പറഞ്ഞ ആണല്ലോ ഇത് ആരംഭിച്ചത്. അതൊക്കെ വെറും ഒരു പുകമറ മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ഹിന്ദുക്കളെ വേട്ടയാടുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ മാത്രമല്ല, ഓൾ മൈനോറിറ്റീസ്, ക്രിസ്ത്യൻസോ സിഖുകാരോ ബാക്കി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ. അവരുടെ കാര്യം വളരെ ഒരു വേട്ടയാടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസ് ബംഗ്ലാദേശ് ബിക്കമിങ് ആൻ ഇസ്ലാമിക് കൺട്രി? ബംഗ്ലാദേശ് വാസ് ആൻ ഇസ്ലാമിക് കൺട്രി ഈവൻ അണ്ടർ ഷെയ്ഖ് ഹസീന. ഇസ്ലാമിക രാജ്യമായിരുന്നു, പ്രഖ്യാപിത ഇസ്ലാമിക രാജ്യമാക്കിയത്. ബട്ട് അന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്ര വലിയ ഹോൾഡൊന്നും ഉണ്ടായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ഇവർ ഷെയ്ഖ് ഹസീന നിരോധിച്ച സംഘടനയായിരുന്നു ജമാഅത്ത്. ബട്ട് ഇപ്പോൾ ജമാഅത്തിൻ്റെ കയ്യിലാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് അമേരിക്ക പ്രശ്നമുണ്ടാക്കി അട്ടിമറി ഉണ്ടാക്കിയിട്ട് അവരുടെ നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമിച്ചത്. ബട്ട് അത് അവർ വിചാരിച്ച പോലെ പോയില്ല. അതിനിടയ്ക്ക് ജിഹാദികൾ കയറി അസർട്ട് ചെയ്തു. ജിഹാദികളുടെ ശക്തിയെ അമേരിക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എംബസി പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിടേണ്ടി വന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരു പോക്കുണ്ടല്ലോ, അങ്ങനെ ഇട്ടിട്ട് പോയി. അമേരിക്ക പലരെ അങ്ങനെ ഇട്ടില്ല. പണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വിട്ടുപോയ പോലെ അഫ്ഗാനിസ്ഥാൻ 2 തവണ അമേരിക്ക, ഇറാഖ് 2 തവണ അമേരിക്ക ഇട്ടിട്ട് പോയി. അമേരിക്കക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവർ കയറി ഇടപെടും, കച്ചറയാക്കും. അത് തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നുകൊണ്ട് ചുമ്മാ ഇറങ്ങി. പിന്നെ അവിടെ എന്ത് വരുന്നോ വരട്ടെ. ഇപ്പോൾ ബംഗ്ലാദേശിലെ അരാജകത്വമല്ലേ സാർ നോക്ക്. മുഹമ്മദ് യൂനിസ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ഏത് ഗവൺമെൻറ്? നോ ഗവൺമെൻറ്. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. പ്രൈം മിനിസ്റ്റർ ഇല്ല, ഒരു ചുക്കുമില്ല. പിന്നെ ആരെയാണ് ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത്? ആകാശത്തിലേക്ക് അഡ്വൈസ് ചെയ്യുന്നോ? കുറേ കുട്ടികളുണ്ട്. കുട്ടികൾ ഈ ജമാഅത്ത് ഇസ്ലാമി കുരങ്ങളിപ്പിക്കണമുണ്ട്. കുട്ടികൾ ഇപ്പോൾ തെരുവിൽ നിന്ന് അപ്രത്യക്ഷരായി. ജമാഅത്ത് മാത്രമാണ് തെരുവിലുള്ളത്. ജമാഅത്തിൻ്റെ അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. ഇസ്ലാമിക രാജ്യമാണ്. 8% ഉള്ളൂ മറ്റുള്ളവർ ന്യൂനപക്ഷങ്ങൾ. അത് 23% ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ 8%. ഇനിയിപ്പോൾ ആ 8% കൂടെ അങ്ങോട്ട് കൊന്ന് തീർന്നു എന്ന് വയ്ക്കുക. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ആരുടെ നെഞ്ചത്തേക്ക് കയറുകയുണ്ട്? പിന്നെ തമ്മിലടിയായിരിക്കും. തമ്മിലടിയാകും. കാര്യം നമ്മളിപ്പോൾ പറയുന്നുണ്ട് അമേരിക്കയിൽ ട്രംപാണ്, ഇന്ത്യയിൽ മോഡിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ അവരുടെ ഈ ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ടതാണ്. ഈ പഴയ പോലെ ഒരു ഇൻവേഷൻ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈ സിവിൽ അൺട്രസ്റ്റ് എപ്പോഴും ഒരു തലവേദനയാണ്. അതുകൊണ്ട് അതിൽ ഭാരതത്തിന് ഇടപെട്ടേ പറ്റുള്ളൂ. അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഭാരതത്തിന് കിടന്നുറങ്ങാൻ പറ്റില്ല. നമുക്കിപ്പോൾ നമ്മളുടെ പടിഞ്ഞാറ് വശത്ത് നോക്കുക, പാകിസ്ഥാൻ. അവിടെ ആരാ? ഷഹബാസ് എന്ന പ്രധാനമന്ത്രിയാണോ? അല്ല. എന്നാൽ പട്ടാള ഭരണമാണോ? അതുമല്ല. ISI ആണോ ഭരിക്കുന്നത്? അതുമല്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. ഇപ്പോൾ പുതിയൊരു അവതാരം ബുഷ്ര ബീബി എന്ന് പറഞ്ഞു വന്നിട്ട് അവരാണ് സമരം നയിക്കുന്നത്. ഇതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി. ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ ഇതുപോലെ അരാജകത്വം. നമ്മുടെ 2 വശത്തും അരാജകത്വമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. സോ നമുക്ക് എന്തെങ്കിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടി വരും. അപ്പം അത് ഇപ്പോൾ ഒരു പ്രസ്താവനാ തലത്തിൽ നിൽക്കുകയാണ്. ജാനുവരി 20 ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ഡയറക്ഷനിൽ പോകും എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിലെ ഒരു വാഗ്ദാനമാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും, അമേരിക്കൻ ഹിന്ദുക്കളെ സംരക്ഷിക്കും, ബംഗ്ലാദേശ് ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും. ഇനിയിപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വെറുതെ പറഞ്ഞതാണോന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞില്ല. ഹിന്ദുക്കളെ പറ്റി ട്രംപിന് നേരത്തെ തൊട്ട് നല്ല അഭിപ്രായം പറയാറ്. ഇതിനു മുമ്പ് ഇലക്ഷനൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ പറ്റി ഇപ്പോൾ ആരോപണമല്ലേ? അങ്ങേര് വെച്ചിരിക്കുന്ന അഡ്വൈസേഴ്സ് മുഴുവൻ ഹിന്ദുക്കളാണ്. വിവേക് രാമസ്വാമി, തുളസി ഗബ്ബാർഡ്, എല്ലാ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര സ്വാധീനം ഉണ്ടാവുമല്ലോ വാൻസിന്റെ വൈഫ്. അതെ, അവര് ഉഷ ചിലുക്കുരി, അവരൊക്കെ എല്ലാ ഹിന്ദുക്കളും അവർ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദി പ്രോബ്ലം ഈസ് വാട്ട് ക്യാൻ ദ US ഡു?
കാരണം ഇപ്പോൾ അവർ അഫ്ഗാനിസ്ഥാനേക്കാളൊക്കെ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇറാഖിനേക്കാൾ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അവരെ കീഴടക്കാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കീഴടക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷേ അത് പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ലല്ലോ. അല്ല, രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, അമേരിക്ക ആക്റ്റീവായിട്ട് ബംഗ്ലാദേശിൽ ഇടപെടണം. നമ്പർ 2, ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. ഇപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് തെരഞ്ഞെടുപ്പ് നേതാവൊന്നും അല്ലല്ലോ. അങ്ങേര് ബംഗ്ലാദേശിൽ ഈ അലമ്പ് നടന്നു കഴിഞ്ഞപ്പോൾ പാഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നേതാവായ ആളാണ് മുഹമ്മദ് യൂനിസ്. ഒരു ലെജിറ്റിമസി ആ മനുഷ്യനില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമാകാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ സൂപ്പർവിഷനിൽ അത് നടത്തണം. നടത്തിയിട്ട് അതിൽ ഖാലിദാസിയെയോ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയോ അധികാരത്തിൽ വരികയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ഷുഡ് ബി സെൻഡ് ബാക്ക് ആൻഡ് പവർ ഈസ് ടു ബി ഗിവൺ ടു ഹർ. പക്ഷേ ഷെയ്ഖ് ഹസീനോട് അടുപ്പിക്കുമോ? അല്ല, അടുപ്പിക്കുമെന്നുള്ളത് വേറെ കാര്യം. ഇത് സൊല്യൂഷനുള്ളൂ. പിന്നെ ഈ മാരണം ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി അസർട്ട് ചെയ്തുകൊണ്ട് അതിങ്ങനെ അവരുടെ ശല്യം തുടർന്നുകൊണ്ടിരിക്കും. അവരെ ഒതുക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം. അവരാണ് ഏറ്റവും ഭംഗിയായിട്ട് അവരെ ഒതുക്കി നിർത്തിയത്, നിരോധനവും സംഗതിയൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇസ്ലാമിക തീവ്രവാദമൊക്കെ ഉണ്ട്. ബട്ട് അതിൻ്റെ മെയിൻ നട്ടല്ലായിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നിരവധി പേരെ ജയിലിലടക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അടങ്ങി. പക്ഷേ ബംഗ്ലാദേശിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഖാലിദാസ് ഷെയ്ഖ് ഹസീന അത് ചെയ്ത് കാണിച്ചു. പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ കാലുകുത്തിയിട്ടില്ല. കാല് കുത്തണമെങ്കിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കണം, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കണം. അത് ബംഗ്ലാദേശിലെ പട്ടാളം, യുണൈറ്റഡ് നേഷൻസിൻ്റെ സൂപ്പർവിഷൻ, അമേരിക്കയുടെയും ഇന്ത്യയുടെയും ആക്റ്റീവ് കോൺട്രിബ്യൂഷൻ ഇതുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ സാധാരണ നിലയിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക കോൺസിക്വൻസ് ഭയങ്കരമാണ്. ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് തകർന്നു, ശ്രീലങ്ക തകർന്ന് പാപ്പരായിട്ട് നിൽക്കുകയാണ്, പാകിസ്ഥാൻ പാപ്പരായിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ കുറേ വിദഗ്ധന്മാർ മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ അന്താരാഷ്ട്ര ഇൻഡെക്സ് വന്നു, ഹാപ്പിനെസ് ഇൻഡെക്സ്. നമ്മളെക്കാൾ ഹാപ്പിയാണ് ശ്രീലങ്ക, നമ്മളെക്കാൾ ഹാപ്പിയാണ് പാകിസ്ഥാൻ. പിന്നെ പോവർട്ടി ഇൻഡെക്സ്, ദാരിദ്ര്യം ശ്രീലങ്കയിൽ കുറവ്, പാകിസ്ഥാനിൽ കുറവ്, ബംഗ്ലാദേശിൽ കുറവ്, നമ്മൾ അതിലും താഴെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഇറക്കിയിട്ട് വേറൊരു ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിടയ്ക്ക് നമ്മളെ ഉപദ്രവിച്ചു. ഇപ്പോൾ ഈ കക്ഷികളെ കാണുന്നില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡെക്സും പറഞ്ഞ് നമ്മളെ കളിയാക്കി കൊണ്ടിരുന്നവൻ ഇപ്പോൾ എന്ത് പറയുന്നു? ആ ഇൻഡെക്സ് കേൾക്കുമ്പോഴേക്കും ഇവിടെ കുറേ പത്രങ്ങളും കുറേ പാർട്ടികളും അതങ്ങ് ടേക്കപ്പ് ചെയ്ത് വലിയ ഉത്സവമായിരുന്നല്ലോ. നമ്മൾ ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ്, ശ്രീലങ്കയേക്കാൾ താഴെയാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആരാരുടെ താഴെയാണ്. വേറൊരു വിദ്വാൻ, നമ്മുടെ മാലിദ്വീപ്സ്, പുള്ളി ഞാൻ മലമറിച്ച് കളയെന്ന് പറഞ്ഞിട്ട് ഷീ ജിൻപിങ്ങും ഒക്കെ ആയിട്ട് കൂടി വലിയ പരിപാടി നടത്തി 3 മാസം കൊണ്ട് അണ്ടം കീറിപ്പോയി. IMFൻ്റെ ലോൺ എടുക്കേണ്ടി വന്നു. പിച്ചച്ചട്ടിയായിട്ട് മോദിയെ വന്ന് കണ്ടു, എൻ്റെ ചേട്ടാ രക്ഷിക്കണം. മോദി പറഞ്ഞല്ല, താൻ വലിയ ചൈനയും ഒക്കെ ആയിട്ട്, അല്ല അത് പറ്റിപ്പോയതാണ്, എന്നെ രക്ഷിക്കണം. എന്നിട്ട് അവിടെ എന്തോ 2 ലക്ഷം ഹെക്ടർ ഭൂമിയോ മറ്റോ ടൂറിസം വേറെ എന്തോ ഒക്കെ പ്രോഗ്രാം, അത് ഇന്ത്യക്ക് കൊടുത്തിട്ട്, വിറ്റതല്ല, ലീസിന് കൊടുത്തിട്ട് തൽക്കാലം കുറച്ച് പൈസയൊക്കെ മോദിയുടെ നിന്ന് വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിക്കാനുള്ള ഏർപ്പാട് അയാൾ ചെയ്തിരിക്കുക. ഇതാണ് നമ്മുടെ അയൽവക്കത്തിൻ്റെ സ്ഥിതി. മാലദ്വീപിന് ഒരു ദേഷ്യം ഉണ്ടായിരുന്നത് ലക്ഷദ്വീപ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മോഡിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിപ്പോഴും ഉണ്ട്, അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭീഷണി അതുകൊണ്ട് ഉണ്ടാകുമെന്നൊരു ഭയം ഇടയ്ക്ക് വന്നു എന്നാണോ? അല്ല, അവർക്ക് അവരുടേതായ തീരവും സംഗതിയൊക്കെ ഉണ്ട് സാർ. അതിനൊന്നും ലക്ഷദ്വീപ് ഭീഷണിയൊന്നും ആകാൻ പോകുന്നില്ല. ബട്ട് ലക്ഷദ്വീപ് അസാമാന്യമായ ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. അത് വികസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ടന്മാരുടെയൊക്കെ ഡിസൈൻ നോക്കും. മാൽദീവ്സിൽ മുസ്ലിങ്ങളാണ്, ലക്ഷദ്വീപിൽ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് മാൽദീവ്സിൻ്റെ അജണ്ട ലക്ഷദ്വീപിൻ്റെ അജണ്ടയായിട്ട് മാറണം. അതുകൊണ്ട് ലക്ഷദ്വീപ് വികസിക്കാൻ ഇവർ സമ്മതിക്കില്ല. അങ്ങനെയാണ് സേവ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷദ്വീപിൽ തെങ്ങ് വയ്ക്കാൻ പറ്റില്ല, വെച്ച തെങ്ങ് മുറിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു രീതിയിലും അനങ്ങാൻ പറ്റില്ല. പിന്നെ ആ കോടാപാട്ടീലിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് ലക്ഷദ്വീപിൽ ഇവന്മാരെയൊക്കെ അടിച്ചൊതുക്കി മെനയാക്കി ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നത്. അപ്പോൾ സാറേ, ഓൾ സെഡ് ആൻഡ് ഡൺ
ഈ ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖ്, ജൈന ആരൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആർ ദേ സേഫ് നോ? അല്ല, ഒട്ടും സേഫ് അല്ല. ഐഡിയലി ബംഗ്ലാദേശിൻ്റെ കുറേ സ്ഥലം കൂടെ ഇന്ത്യ ഏറ്റെടുത്തിട്ട് അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ പുനരധിവസിപ്പിക്കണം. ബാക്കിയുള്ള സ്ഥലം ബംഗ്ലാദേശ് നിങ്ങൾ ജമായത്തെ ഇസ്ലാമിയോ ആരാന്ന് വെച്ചാൽ എന്താ മുടിഞ്ഞു. അങ്ങനെ കമ്പിവേലി ഇട്ട് തിരിച്ച് ഇവരെ രക്ഷിക്കുകയാണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അത് എത്ര കണ്ട് നടപ്പിലാകുമെന്ന് എനിക്കറിയില്ല, കാരണം വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകൾ, ഇറാനിലെ പാർസികൾ, ഇറാഖ്, സിറിയയിലെ ക്രിസ്ത്യൻസ്, അവരുടെയൊക്കെ ഗതി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജമായത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഹൗ സേഫ് ദി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്? സേഫ് അല്ല, ഒട്ടും സേഫ് അല്ല, വളരെ ഡേഞ്ചറിലാണ്. എല്ലാം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.